മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ അച്ഛനെ കാണാനൊന്നും പോകണ്ട, അവിടെ ചെന്നാൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, കുറേ ദിവസമായല്ലോ നീ ഇതൊക്കെ പറയണു, എന്തായാലും ഞാനിന്ന് പുറത്ത് പോകുമ്പം നിൻ്റെ അച്ഛനെ ഒന്ന് കയറി കാണുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണി പോയി കഴിഞ്ഞതും കരുണയാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ മരുമകൻ അമ്മാനച്ഛനെ കണ്ട ഈ ഭൂകമ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്താ നിങ്ങളെല്ലാവരും ചേർന്ന് എന്തോ മറയ്ക്കണ പോലെയല്ലോ തോന്നണേ. ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ എന്തൊക്കെയോ എൻ്റെ അച്ഛനെക്കുറിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ അച്ഛൻ്റെ ശരീരത്തും ഉണ്ട്. ഇനി എൻ്റെ അച്ഛനെ അന്ന് ജോറിടിപ്പിച്ച് കൊന്നത് നിൻ്റെ അച്ഛനാണോ? അയാൾ പണ്ട് ലോറി ഡ്രൈവർ ആയിരുന്നല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇത് എന്തൊക്കെയാണ് പറയണേ, എൻ്റെ അച്ഛനൊന്നും അല്ലാതെ ചെയ്തത്, വെറുതെ ആവശ്യമില്ലാതെ എല്ലാം എൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ടെന്ന്. എന്തായാലും നിങ്ങളെല്ലാവരും രഹസ്യമായിട്ട് വെച്ചേക്കണ കാര്യങ്ങളെല്ലാം അധികം വൈകാതെ പരസ്യമാവും. അതിനുശേഷം ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണണ്ടെന്നും പറഞ്ഞ് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഈ കരുണയ്ക്കാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. കണ്ണേട്ടനെല്ലാം അറിഞ്ഞു കാണുമോ, എങ്ങനെ അറിഞ്ഞിരിക്കുമോ, ഇനിയിപ്പോൾ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ അമ്മേനെ കാണാനായിട്ട് ചെല്ലാണ്. അവിടെ ചെന്നതും മോഹിനി സന്തോഷത്തോടുകൂടി തന്നെ മഹാലക്ഷ്മിയെ സ്വീകരിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കരുണയുടെ അച്ഛൻ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പം അത് മോളെ ഞാൻ മോളോട് പറയാൻ മറന്നുപോയി, കരുണയുടെ അച്ഛനെ ആ വാമദേവൻ വന്ന് കൈയും കാലും കൂച്ചി കെട്ടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. അതെന്തിനാ അമ്മ അയാളും ഒന്ന് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അതാ മോളെ എനിക്ക് മനസ്സിലാവാത്ത, അയാളുടെ പെങ്ങളുടെ ഭർത്താവിനെ പ്രതാപേട്ടനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെയും അയാൾ പ്രതാപേട്ടനെ സംരക്ഷിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതുമാത്രമല്ല ഇതിനു മുമ്പ് അയാൾ ഇവിടെ വന്നപ്പം പ്രതാപേട്ടൻ അയാളെ നല്ല ചീത്ത പറയണേയും കേട്ടു. ഇനി ഈ കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഇയാളാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും അമ്മേ, അയാളുടെ സഹോദരിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ സ്വഭാവം കണ്ടിട്ട് എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നണേ, അല്ലെങ്കിൽ പിന്നെ സ്വന്തം അളിയനെ കൊന്ന ആളെ സംരക്ഷിക്കാൻ അയാൾ നോക്കുമോ, എന്തായാലും പ്രതാപേട്ടൻ സത്യങ്ങൾ ആരോടും പറയരുതെന്ന് തന്നെ അയാളും ആഗ്രഹിക്കണേന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മാവൻ എന്ന് പറഞ്ഞാൽ പൈസയോട് ആർത്തിയുള്ള കൂട്ടത്തിലാണ്, എന്നാലും സ്വന്തം സഹോദരിയോട് ഈ ചതി ചെയ്യുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പം എന്തായാലും മോളൊന്ന് സൂക്ഷിച്ചോ, അയാളത്ര നല്ലവനൊന്നും അല്ല, ഇനിയിപ്പോൾ ഈ പ്രതാപേട്ടന് അയാൾ ആ കൊട്ടേഷൻ കൊടുത്തേക്കണമെങ്കിൽ അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രതാപേട്ടൻ്റെ വാ അടയ്ക്കാൻ വേണ്ടി ആസ്പത്രിയിൽ കൊണ്ടുപോയി ഇട്ടേക്കണേന്ന്. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ജീവിതം പോയി അമ്മേ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, കണ്ണേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ഇപ്പോൾ എനിക്ക് ഫോൺ ചെയ്യാറുമില്ല, ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറുമില്ല, പിന്നെ ഓഫീസിൽ ചെന്ന് കണ്ണേട്ടനെ കണ്ടാലും കണ്ണേട്ടനെ എനിക്ക് മുഖം തരാറില്ല, എൻ്റെ ഒരു വിശേഷങ്ങളും തിരക്കാറുമില്ല, എന്നെ കാണുന്നത് തന്നെ വെറുപ്പാന്നാണ് പറഞ്ഞത്, ഇനി കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്നും അറിയില്ല അമ്മയെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, അതിന് മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പ്രതാപേട്ടനല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിലും കണ്ണേട്ടനിൽ നിന്നും ആ രഹസ്യം ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ചില്ലേ അമ്മേ, അന്നേ അത് കണ്ണേട്ടനോട് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പം ഇങ്ങനെ തീ തിന്നേണ്ട വരലായിരുന്നു എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് മോള് മറച്ചു വെച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ മോളല്ലല്ലോ കണ്ണൻ്റെ അച്ഛനെ കൊന്നേ, അതുകൊണ്ട് മോള് സമാധാനമായിട്ടിരിക്കുക, എന്തായാലും ഞാൻ പോവും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. വന്നതും അനന്തും ലേഹയും വീട്ടിൽ പോയിട്ട് എന്തായി, അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അയാൾ അമ്മാവൻ വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്, എങ്ങോട്ടോ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്ന സമയത്ത് ഏതോ പ്രാന്താശുപത്രി കൊണ്ടുപോയി ഇട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, അമ്മാവനെ അമ്മയ്ക്ക് സംശയമുണ്ട്, എന്ത് കാര്യത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ഈ കരുണയുടെ അച്ഛൻ സത്യങ്ങൾ പറയരുതെന്ന് അമ്മാവനും ആഗ്രഹിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛന് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാണോ എന്ന് അമ്മയ്ക്ക് സംശയമുണ്ടെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം ഇതിനു മുമ്പ് അമ്മാവൻ വീട്ടിൽ ചെന്നപ്പം കരുണയുടെ അച്ഛൻ അമ്മാവനെ ഒരുപാട് ചീത്ത പറയും, ഇനി എൻ്റെ കണ്ണുമെട്ടത്ത് വരരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുമാത്രമല്ല സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊന്ന ആൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പം അതാരും അറിയരുതെന്ന് അമ്മാവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മാവനും അതിലെന്തെങ്കിലും പങ്കുണ്ടാവുന്നു. അന്നേരം ലേഖ പറയുന്നുണ്ട്, അത് മഹി പറഞ്ഞത് ശരിയാ, സ്വന്തം സഹോദരിയുടെ ഭർത്താവാണെങ്കിലും ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അയാളങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ തീരെ ചെറുതായിരുന്ന സമയത്താണ് കണ്ണൻ്റെ അമ്മ മരിച്ചത്, അന്ന് എല്ലാവരും കണ്ണൻ്റെ അച്ഛനെ ഒരുപാട് നിർബന്ധിച്ചതാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞ്, അന്ന് കണ്ണൻ്റെ അച്ഛൻ വിവാഹത്തിന് തയ്യാറായില്ല, അന്ന് ഈ വാമദേവൻ കണ്ണൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ സ്റ്റാഫായിരുന്നു, എന്നിട്ട് ഇയാളുടെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ കണ്ണൻ്റെ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ട് ഇയാൾ കമലേശ്വരത്ത് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരുന്നു. അവർ വന്ന് താമസിച്ചത് വേറൊന്നിനുമല്ല,
കണ്ണൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് കമലേശ്വരത്തെ എല്ലാ സമ്പാദ്യം കൈക്കലാക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി അങ്ങനെ അവർ വന്ന് താമസിച്ചിട്ട് കണ്ണനെ നല്ല രീതിയിൽ നോക്കുകയും കുടുംബം നോക്കുകയും ചെയ്തപ്പോൾ കണ്ണൻ്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും മകനെ നോക്കാൻ വേണ്ടി ഒരാൾ വേണമല്ലോ എന്ന് കരുതിയ അവരെ വിവാഹം കഴിച്ചത്. അന്ന് ഈ ദുർഗയെ വിവാഹം കഴിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവുമായിരുന്നു. എന്നിട്ടും ആ വാമദേവൻ പെങ്ങളെ കണ്ണൻ്റെ അച്ഛന് കൊടുത്തത് വേറെ ഒന്നും കണ്ടിട്ടല്ല, ഈ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെ. അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത പെണ്ണിനെ ആരെങ്കിലും രണ്ടാം കെട്ടുകാരന് കെട്ടിച്ചു കൊടുക്കുമോ? അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും മഹി പറഞ്ഞതുപോലെ സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലൂന്ന് എനിക്ക് തോന്നണില്ല. കാരണം എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാരോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട് അയാൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അയാൾ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കൂല എന്ന്. അന്നേരം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ വാമദേവനാണെങ്കിൽ സീമന്തിനിയോട് പറയുന്നുണ്ട് എടി നമ്മൾ ഇനി മഹാലക്ഷ്മിയെ വെച്ചാൽ കാശുണ്ടാക്കാൻ പോണേന്ന്. അന്നേരം സീമന്തിന് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ കണ്ണൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ മഹാലക്ഷ്മി അന്ന് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മഹാലക്ഷ്മിയുടെ ജീവിതം തകരും. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തും. അത് ഭീഷണിപ്പെടുത്തി അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ വാങ്ങിയെടുക്കും. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ആവശ്യമില്ലാത്തതിനാണോ പോണേ മനുഷ്യ, എന്നാലും നിങ്ങൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്. ഇപ്പം തന്നെ സ്വാതിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല മേഘനാണെങ്കിൽ അനക്കമില്ലാതെ കിടക്കുക. 1-2 പ്രാവശ്യം തോമസ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയെങ്കിലും ഒരു മാറ്റമില്ല. അവനെ ഇനി ഏതെങ്കിലും നല്ല ആസ്പത്രിയിൽ കൊണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിനി ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ലടി, ഇപ്പോൾ പ്രതാപനെ ആസ്പത്രിയിൽ കൊണ്ടുവന്നാക്കിയില്ലേ, ഞാൻ അയാളെ വിളിച്ചിരുന്നു, ഡോക്ടർ പറഞ്ഞത് അവനക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്നാൽ ഇനി അവൻ തിരിച്ചു വന്നാലും അവൻ്റെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും ആരും അറിയാൻ പോണില്ല എന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് അതിന് അയാളുടെ അമ്മയ്ക്കും മോൾക്കൊക്കെ സത്യങ്ങൾ അറിയാലോ എന്ന് പറയുമ്പം അവരത് പുറത്ത് പറയുമൊന്നുമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണയുടെ ജീവിതം ആദ്യം തകരുള്ളൂ, അതുകൊണ്ട് അവർ പേടിച്ചു മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. പിന്നെ കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ കണ്ണൻ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ അവനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അന്ന് ആ 7-ാം മാസത്തെ ചടങ്ങിൻ്റെ ഇടയ്ക്ക് പ്രതാപൻ അവിടെ വന്ന് കുറേ ഷോയൊക്കെ നടത്തിയില്ലേ, അതുകൊണ്ടാണ് കണ്ണന് സംശയം തോന്നി. കണ്ണൻ മഹാലക്ഷ്മിയും അവളുടെ അമ്മയും പോയപ്പോൾ അതിൻ്റെ കൂടെ പ്രതാപൻ്റെ വീട്ടിലേക്ക് പോയത്. പിന്നെ പ്രതാപനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്, എന്നാലും അവൻ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് എന്തായാലും നിങ്ങളതിന് കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ നിങ്ങളെ ജീവനെ വിടുമെന്ന് തോന്നണില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, കണ്ണൻ ഒരിക്കലും സത്യങ്ങൾ അറിയില്ല. ഇതും പറഞ്ഞു മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കണം. എന്തായാലും ഞാൻ നാളെ രാവിലെ അവളെ ഒന്ന് കാണുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കാണ്. ആ സമയത്ത് കണ്ണൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. മഹാലക്ഷ്മി ഉറക്കത്തിൽ എഴുന്നേക്കുന്നതും വേദന കൊണ്ട് പൊളയുന്നതും പിന്നെ അമ്മയെന്നും പറഞ്ഞ് കരയുമ്പോൾ ലേഖ എഴുന്നേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കണം. ആ ഒരു സീൻ കണ്ടുകൊണ്ടാണ് കണ്ണൻ ഉറക്കം തെളിയുന്നത്. ഉറക്കം തെളിഞ്ഞതും കണ്ണൻ ഫോണെടുത്ത് മഹാലക്ഷ്മീനെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ണനക്ക് ഓർമ്മ വരികയാണ് കണ്ണൻ്റെ അച്ഛന് ആക്സിഡൻറ്റിൽ മരിച്ചതും അതുപോലെ മഹാലക്ഷ്മി സത്യങ്ങളെല്ലാം ഇത്രയും നാളും മറച്ചു വെച്ചതും എല്ലാം ഓർമ്മ വരുമ്പോൾ കണ്ണന് ദേഷ്യം വന്നിട്ട് കണ്ണൻ പിന്നെ ഫോൺ വിളിക്കണമൊന്നുമില്ല. ഇതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുമ്പം അനന്തു ലേഹയും പറയുന്നുണ്ട് മഹി ഇങ്ങനെ ടെൻഷനാവില്ലേ, ടെൻഷനായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് അത് കുഞ്ഞിന് ദോഷം ചെയ്യുമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും അനന്തുവേട്ട, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ വിട്ടുപോയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് കണ്ണേട്ടനോട് സത്യങ്ങൾ പറയാനും പറ്റില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ്. വാമദേവൻ ഇങ്ങനെ ആരെയോ നോക്കി നിൽക്കണ പോലെ നിൽക്കണ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മി വന്നതും എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതോ ഒരു കാര്യമുണ്ട് മോളെ, എന്തായാലും കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം തീരും, അതുകൊണ്ട് മോള് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം. ഞാൻ ആകെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, മാസാമാസം അവൻ ശമ്പളമൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ലോണുണ്ട്, ഈ ശമ്പളമൊന്നും ലോൺ അടയ്ക്കാൻ തികണില്ല, അതുകൊണ്ട് മോൾ എനിക്ക് കുറച്ച് പൈസ തന്നെന്ന് പറയണം. അന്നേരം ഞാൻ എന്തിനാ അമ്മാവന് പൈസ തന്നെയെന്ന് ചോദിക്കുമ്പം പൈസ തന്നില്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ കണ്ണനോട് പറയുമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മാവനെന്താ അതും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിൽ അങ്ങനെ, എന്തായാലും സത്യങ്ങൾ അറിഞ്ഞാൽ കണ്ണൻ പിന്നെ നിന്നെ അവിടുന്ന് അടിച്ചിറക്കി വിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുവരെ കണ്ണൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ വാമദേവൻ പറയുന്നുണ്ട്. കണ്ണൻ പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യമൊന്നും വാമദേവനക്ക് അറിയില്ല. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ 10 ലക്ഷം തന്നു കഴിഞ്ഞാൽ
വീണ്ടും നിങ്ങൾ പൈസ ചോദിക്കില്ല എന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ഈ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ പിന്നെയും ചോദിക്കുമല്ലോ, എനിക്ക് പൈസ ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, അപ്പോഴൊക്കെ എനിക്ക് പൈസ തന്നെ, ഇപ്പോൾ എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഒരുപാട് പൈസ ആവശ്യമുണ്ട്, എനിക്ക് ലോൺ തന്നെ കോടികളുണ്ടെന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഇത് കണ്ണേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം മാത്രമല്ല തകരാൻ പോകുന്നത്, എന്നെ നിങ്ങൾ അങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് കണ്ണൻ്റെ ഭാര്യയായി ജീവിക്കാനൊന്നുമല്ല, അവിടുത്തെ ജോലിക്കാരിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കരുണേനെ അങ്ങനെയല്ല വിവാഹം കഴിച്ച് വിട്ടത്, കരുണേനെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്നെക്കാളും കൂടുതൽ അത് ബാധിക്കുന്നത് കരുണേനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മരിച്ചത് കണ്ണേട്ടൻ്റെ അച്ഛൻ മാത്രമല്ല ഉണ്ണിയുടെയും കൂടി അച്ഛനാണ്, അവർ സത്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം അല്ലെങ്കിൽ തന്നെ കരുണയും ഉണ്ണിയും തമ്മിൽ വലിയ സ്നേഹത്തിലൊന്നുമല്ല, അവൾക്ക് അവനെ ഉപേക്ഷിച്ച് പോയാലും അവളുടെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ജീവിച്ചോളൂ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യമൊക്കെ പോവും, പിന്നെ അവളുടെ ജീവിതം ദുരിതമാവും എന്ന് പറയുമ്പോൾ ഈ വാമദേവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരുടെ ജീവിതം പോയാലും വേണ്ടില്ല, എനിക്ക് പൈസ കിട്ടണം എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഒന്നില്ലെങ്കിലും കണ്ണേട്ടൻ്റെ അച്ഛൻ നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവല്ലേ, ആ അച്ഛൻ്റെ മരണം പറഞ്ഞ് വിലപേശി പൈസ വാങ്ങുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പം ഇതിലൊരു മോശക്കേടുമില്ല, എന്തായാലും എനിക്ക് പൈസ തന്നെ പ്രധാനം, അല്ലാതെ ബന്ധങ്ങൾക്കൊന്നും ഞാൻ വലിയ വിലയൊന്നും കൽപ്പിക്കണില്ല എന്ന്. ഇത് കേട്ടത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇയാൾ കാറി കയറി പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും മഹാലക്ഷ്മിയും കാറി കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സീമന്തിനെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുന്ന സമയത്ത് വാമദേവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടാണ് ചെല്ലണത്. ആ സമയത്ത് സീമന്തിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി വാമേട്ട കാര്യങ്ങളൊക്കെ, പോയ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ ചിരി കണ്ടിട്ട് നിനക്കത് മനസ്സിലായില്ലേടി, പോയ കാര്യം നടന്നു, ഇനി നമുക്ക് സ്വാതിയുടെ വിവാഹം നടത്താൻ കണ്ണൻ്റെ സഹായമൊന്നും വേണ്ട, ഇനിയിപ്പോൾ കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, കണ്ണൻ സഹായിച്ചില്ലെങ്കിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കല്യാണം നടത്താൻ പറ്റും, അല്ലെങ്കിലും അവളൊരു സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്, ഈ പണം തരുന്ന മഹാലക്ഷ്മി, ഇനി അവളുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ പണമായിട്ട് ഞാൻ വാങ്ങിയെടുക്കുമെന്ന് പറയുമ്പം ഈ സീമന്തിനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് സീമന്തിനി ചോദിക്കുന്നുണ്ട്, എന്നാലും തെറ്റ് ചെയ്തത് നിങ്ങളും പ്രതാപനും അല്ലേ, മഹാലക്ഷ്മി അത് കണ്ടെന്നല്ലേ ഉള്ളൂ, അതിന് മഹാലക്ഷ്മിക്ക് എന്താ ഇത്ര കുറ്റം, അത് അവൾ ചെയ്തത് കുറ്റമല്ലടി, അവൾ ഇത്രയും നാളും അത് കണ്ണനിൽ നിന്നും മറച്ചു വെച്ചില്ലേ, അതാ അവൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം, അത് നമുക്ക് ഉപകാരമായി, നമുക്ക് അതും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാം. ആ സമയത്ത് ഈ സീമന്തിന് പറയുന്നുണ്ട്, നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യാൻ പോണത്, എന്തായാലും മോളുടെ കല്യാണം നടത്തണമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ മഹാലക്ഷ്മി അനന്തുവിൻ്റെ അടുത്തും ലേഖയുടെ അടുത്തും ഈ വാമദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാൾ ശരിക്കും നമ്മളെ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യും അനന്തുവേട്ടാന്ന് പറയുമ്പോൾ ഈ ലേഖ പറയുന്നുണ്ട്, അനന്തുവേട്ടൻ സത്യങ്ങളെല്ലാം അയാളോട് പറയാൻ പോയത് ഇപ്പോൾ കുഴപ്പമായത്, അല്ലെങ്കിലും നമുക്കറിയായിരുന്നല്ലോ അയാളിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുമെന്ന്, ഇനിയിപ്പോൾ അയാൾ ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണനറിയാതെ പൈസ എടുത്ത് കൊടുക്കാനും പറ്റില്ല എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, ഒരിക്കലും പൈസ കൊടുക്കരുത്, ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാൾ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ കണ്ണനറിയാതെ കൊടുക്കലും നടക്കില്ല, എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കണ്ണനറിയാൻ പറ്റുമെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അനന്തുവേട്ടാ, ഞാനാണെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാളും കൂടി ചേർന്ന് കണ്ണൻ്റെ അച്ഛനെ കൊന്നെങ്കിൽ അയാളിങ്ങനെ ഇതും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അയാളല്ലേ, അയാൾക്ക് ബന്ധങ്ങളൊന്നും വലിയ വിലയുള്ള ആളല്ല, അതുകൊണ്ട് അയാളെ കൊന്നെങ്കിലും ഇത് പറഞ്ഞ് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യും, ഇനിയിപ്പോൾ ഈ 10 ലക്ഷം കൊടുത്താൽ അടുത്ത ദിവസം അയാൾ 20 ലക്ഷമായിരിക്കും ചോദിക്കണം, അത് കഴിയുമ്പോൾ 25 ലക്ഷം, അങ്ങനെ അയാൾ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം, സത്യങ്ങളൊക്കെ കണ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ സത്യം പറയാൻ ചെന്നാൽ എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണെന്നല്ലേ കണ്ണേട്ടൻ വിചാരിക്കുള്ളൂ, എന്തായാലും ഇപ്പോൾ കണ്ണേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാതെ തന്നെ നമ്മളിത് പരിഹരിക്കണം. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ഈ പ്രശ്നം നമുക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ, ഞാനൊരു വാക്ക് മാർക്കോയെ വിളിച്ച് പറഞ്ഞാൽ മതി, മാർക്കോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പൈസയും ചോദിച്ചുകൊണ്ട് നമ്മളുടെ പരിസരത്ത് പോലും വരില്ല, അതുമാത്രമല്ല ചിലപ്പോൾ പൈസ ചോദിക്കാൻ അയാൾ ജീവനോടെ ഉണ്ടായിന്നും വരൂല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ അനന്തുവേട്ടാ, അല്ലെങ്കിൽ അയാളിങ്ങനെ നിരന്തരം നമ്മളെ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നടപ്പാക്കാനാണ് ഞാൻ പോണേന്ന് പറയുമ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, മഹി എന്താ ഉദ്ദേശിക്കണേന്ന്. ഇനിയും ഈ ടെൻഷൻ എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല, ഇന്നത്തോടുകൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലേഖ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹി നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, എന്തായാലും
ഇന്നത്തോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണമെന്നും പറഞ്ഞ് മഹി പോകുന്നുണ്ട്. മഹി പോയി കഴിഞ്ഞതും ലേഖ അനന്തുവിനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും മഹി എങ്ങോട്ടായിരിക്കും പോയത്? മാർക്കോയുടെ അടുത്തേക്കായിരിക്കുമോ കണ്ണൻ്റെ അടുത്തേക്കായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, വന്നിട്ട് പറയാമെന്നല്ലേ പറഞ്ഞത്, എന്തായാലും പോയിട്ട് വരട്ടെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മഹി തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞ് അനന്തും ലേഖയും അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ലേഖ അനന്തുവിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അയാളുടെ ബ്ലാക്ക് മെയിലിങ്ങിൽ വീഴരുത് അനന്തു കേട്ടോ, 5 പൈസ പോലും കൊടുക്കരുത്, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പം അതൊന്നും നടക്കൂല, എന്തായാലും മഹി പോയി വരട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയം കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ നേരത്താണ് മഹാലക്ഷ്മി ഡോറ് തുറന്ന് അങ്ങോട്ട് ചെല്ലണം. ഡോറ് തുറന്ന് ചെന്നതും മഹാലക്ഷ്മി കണ്ണേട്ടാന്നും പറഞ്ഞ് വിളിക്കുമ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് കണ്ണൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്നോട് പൊറുക്കണം, ഞാൻ കണ്ണേട്ടനിൽ നിന്നും ഒരു സത്യം മറച്ചു വെച്ചിരുന്നു, ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാ സത്യങ്ങളും കണ്ണേട്ടൻ അറിയണം, അത് ഞാൻ കണ്ണേട്ടനോട് തുറന്ന് പറയാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്നോടൊന്നും പറയുകയും വേണ്ട, നിന്നെ ഒന്നും എനിക്ക് വിശ്വാസമല്ല, ഇറങ്ങിപ്പോകുന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് ഒച്ച എടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആകെ തകർന്നു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ മഹാലക്ഷ്മി ആണെങ്കിൽ തളർന്നു വീഴുകയും അതുപോലെ ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി കാരണം ഹോസ്പിറ്റലിൽ വരുമ്പോൾ മഹാലക്ഷ്മിയോടുള്ള പിണക്കമൊക്കെ മാറി കോംപ്രമൈസ് ആവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.